ഹായ് ഫ്രണ്ട്സ്, സീസർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈനലി നമ്മുടെ BGMIയുടെ 3.7 അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നോക്കിയാലോ. ആദ്യം തന്നെ കിടിലം ഒരു ആനിമേഷനോട് കൂടിയാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 2 ഇവൻ്റാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ 2 ഇവൻറ്റിലേക്കും എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കിയാലോ. നമ്മൾ ഇവൻറ്റിലേക്ക് എത്താറാകുമ്പോൾ 2 ജമ്പ് ബട്ടൺസാണ് കാണാൻ കഴിയുന്നത്. അതിലൊന്ന് പാരച്യൂട്ട് അപ്പും ഒന്ന് നോർമൽ ജമ്പുമാണ്. പാരച്യൂട്ട് അപ്പ് നമുക്ക് മുകളിലെ ഇവൻറ്റിലേക്ക് പോകാനുള്ളതാണ്. നമ്മുടെ നോർമൽ ജമ്പ് ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഇവൻറ്റിലെത്താൻ സാധിക്കില്ല. നമുക്ക് ഈ 2 POV ഒന്ന് കണ്ടു നോക്കാം. 2 ഇവൻറ്റിലും 2 ക്ലൈമറ്റാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് പകലും ഒന്ന് രാത്രിയും. ഇവൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാപ്പിന് താഴെയായി ഇവൻറ്റിൽ എത്ര നേരം നിൽക്കാമെന്നുള്ള ടൈം കാണിക്കുന്നതാണ്. ഇവൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായതും എന്നാൽ ഫൈറ്റ് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. ഇവൻറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് സമ്മൺ ചെയ്യുന്ന ഏരിയ കാണാം. അതുപോലെ തന്നെ മാപ്പിൻ്റെ 4 വശങ്ങളിലായി എക്സിറ്റ് പോർട്ടലുകളും കാണാം. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പുതിയ രീതിയിലുള്ള ലോട്ട് ബോക്സുകൾ കാണാം. ആവശ്യത്തിലധികം ലോട്ടും ലഭിക്കുന്നതാണ്. ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് മെയിൻ ഇവൻറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നമ്മൾ ഇവൻറ്റിൽ നിന്ന് അറിയാതെ എക്സിറ്റ് അടിക്കുകയോ സ്ക്വാഡിലുള്ള ആൾ മരിക്കുകയോ ചെയ്താൽ സമ്മൺ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ടീംമേറ്റിനെ റീകോൾ ചെയ്യുകയോ ഇൻവൈറ്റ് ചെയ്യുകയോ ചെയ്യാം. എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് ലീവ് ചെയ്തതിന് ശേഷം മാപ്പിൽ ഇതുപോലെ 4 സ്ഥലത്തായി മിനി ഇവൻറ്റുകൾ കാണാൻ സാധിക്കും. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ലോട്ടുകൾക്ക് പുറമേ ഒരു സീക്രട്ട് വാൾട്ട് കാണാം. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സീക്രട്ട് കീ ആവശ്യമാണ്. അത് എങ്ങനെ കളക്ട് ചെയ്യാമെന്ന് നോക്കിയാലോ. ഇനി സെക്കൻഡ് ഫ്ലോറിൽ എത്തിയാൽ റൂമുകളിലെ ചുവരുകളിൽ ഇതുപോലെ ചിത്രങ്ങൾ കാണാം. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതിലെന്തെങ്കിലും ഒന്നിൽ നിന്നായിരിക്കും സീക്രട്ട് കീ കിട്ടുന്നത്. ഈ റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ലോട്ട് കിട്ടുന്നതാണ്. ഇതിന് തൊട്ട് താഴെയും ഒരു റൂമും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി മാപ്പ് എടുത്താൽ ഇതുപോലെ 4 സ്ഥലങ്ങളിലായി മണച്ചുഴികൾ നമുക്ക് കാണാം. അവിടെ ചെന്നാൽ ഈ ഇവൻറ്റുകളിലെ മെയിൻ എബിലിറ്റീസായ ഗോൾഡൻ സ്പെക്ടറും റിവേഴ്സൽ ബ്ലേഡും കളക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എന്താണ് ഈ വെപ്പൺസിൻ്റെ എബിലിറ്റീസ് എന്ന് നോക്കാം. ഗോൾഡൻ സ്കെപ്റ്ററാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗോൾഡൻ സർക്കിൾ രൂപപ്പെടും. ഇതിനകത്താണ് നമ്മളെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹീലാവുന്നതാണ്. അതുപോലെ തന്നെ എനിമിയും ഈ സർക്കിളിലാണ് ഉള്ളതെങ്കിൽ അവർക്കും ഹീലാവുന്നതാണ്.
അതുപോലെ തന്നെ ഈ സർക്കിളിൽ നിൽക്കുമ്പോൾ നമ്മൾ നോക്കായാൽ സെൽഫ് റിവൈവ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പവർ സർക്കിൾ നിൽക്കുമ്പോൾ നമ്മൾ നോക്കായാൽ സെൽഫ് റിവൈവ് ചെയ്യാൻ കഴിയും. എല്ലാവർക്കും ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ സാധിക്കും. എനിമിക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഗോൾഡൻ ആർമറാണ്. ഇത് ഉപയോഗിച്ച് നമ്മുടെ ഡാമേജ് ആയ ഹെൽമെറ്റും വെസ്റ്റും നമുക്ക് അപ്ഗ്രേഡായി കിട്ടും. അടുത്തത് റിവേഴ്സൽ ബ്ലേഡാണ്. ഇതാണ് ഈ ഇവൻറ്റിലെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വെപ്പൺ. ഈ ഒരു വെപ്പൺ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ഇതിന് വേണ്ടത് റിവേഴ്സൽ ബ്ലേഡ് അപ്ഗ്രേഡൽ മെറ്റീരിയൽ എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. നോർമൽ ബ്ലേഡിൽ നമ്മൾ എബിലിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിമി നമ്മളെ സ്പോട്ട് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് റിട്ടേൺ ചെല്ലാൻ പറ്റത്തില്ല. ഇത് യൂസ് ചെയ്താൽ ടെലിപ്പോർട്ടായി നമുക്ക് എനിമിയെ സ്പോട്ട് ചെയ്യാനും അവരെ ഫിനിഷ് ചെയ്യാനും സാധിക്കും. അഡ്വാൻസ്ഡ് റിവേഴ്സൽ ബ്ലേഡിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടെലിപ്പോർട്ട് ചെയ്ത് എനിമി അടിച്ചു കഴിയുമ്പോൾ എനിമി നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിന്ന സ്പോട്ടിൽ തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബ്ലേഡ് ഉപയോഗിച്ച് ഒരു വട്ടം തുറന്ന ലോഡ് ബോക്സ് നമുക്ക് വീണ്ടും തുറക്കാം. പിന്നെ നമുക്ക് ഡാമേജ് ആയ വണ്ടി റിപ്പയർ ചെയ്യാനും സാധിക്കും. ഇത് വീണ്ടും ചെയ്യണമെങ്കിൽ 300 സെക്കൻഡ് കഴിഞ്ഞ് മാത്രമേ സാധിക്കൂ. അടുത്തത് ക്യാമൽ ബെല്ലാണ്. പേര് പോലെ തന്നെ ഈ ബെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു ഒട്ടകം പ്രത്യക്ഷപ്പെടും. നമുക്ക് വണ്ടിയില്ലാത്ത സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് വേഗത്തിലും വെള്ളത്തിലും പോകാം. ഈ ഒട്ടകവുമായി ബിൽഡിങ്ങിൻ്റെ അടുത്ത് ചെന്ന് സപ്ലൈ സെർച്ച് ചെയ്താൽ നമുക്ക് അവിടെ കയറാതെ തന്നെ എന്തൊക്കെ ലൂട്ടാണ് ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. പിന്നെ പബ്ജിയിലെ പഴയ മൈൽഡ പവറും പഴയ പാലവും അവർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് മാപ്പിലെ പഴയ അപ്പാർട്ട്മെൻറ്റുള്ള മെഡിസിനും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്.